നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന യുദ്ധവിമാനത്തിന്റെ വീഡിയോയുടെ താഴെ വരുന്ന കമന്റുകളാണ് അതിന്റെ എഞ്ചിനെ കുറിച്ച്. ഇന്ത്യയുടെ യുദ്ധവിമാനത്തിന് വേണ്ടുന്ന എഞ്ചിൻ ആര് തരും? ഇന്ത്യ എഞ്ചിൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടോ? എഞ്ചിൻ ഇല്ലാതെ എങ്ങനെ വിമാനം വികസിപ്പിക്കാൻ സാധിക്കും? ഇത് വെറും ഇന്ത്യയുടെ സ്വപ്നം മാത്രമാണ് എന്നൊക്കെ കമന്റ് വരാറുണ്ട്. അതിനുള്ള ഒരു ഉത്തരമാണ് ഈ വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഈ വർഷം അവസാനത്തോടെ ആഭ്യന്തരമായി തന്നെ നമ്മുടെ ഇന്ത്യ ഒരു ജെറ്റ് എഞ്ചിൻ പരിപാടി ആരംഭിക്കാൻ പോകുകയാണ്. ഇതിനുവേണ്ടി ഇന്ത്യ 4 പ്രധാന രാജ്യങ്ങളുമായി ചർച്ചകളും നടത്തിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നത്. ആ 4 രാജ്യങ്ങൾ ഏതൊക്കെയാണ് എന്നും ഏതൊക്കെ എഞ്ചിൻ വാങ്ങിക്കാനാണ് ഇന്ത്യക്ക് താല്പര്യമുള്ളത് എന്നും നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ നോക്കാം. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഈ സംരംഭം എന്ന് പറയുന്നത് ഏകദേശം 40,000 കോടി മുതൽ 50,000 കോടി വരെ ചെലവ് വരുന്ന ഒരു പദ്ധതിയാണ്. ഈ സംരംഭത്തിന് ഗണ്യമായ നിക്ഷേപം ആവശ്യമാണ്. ഇന്ത്യയുടെ വ്യോമയാന ശേഷി വർദ്ധിപ്പിക്കുന്നതിനും വിദേശ സാങ്കേതിക വിദ്യയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനുമുള്ള തന്ത്രപരമായ ഒരു ശ്രമം തന്നെയാണ് ഇപ്പോഴത്തെ ഈ സംരംഭം. അന്താരാഷ്ട്ര സ്ഥാപനങ്ങളുമായുള്ള പങ്കാളിത്തത്തിലൂടെ ഇന്ത്യയുടെ തദ്ദേശീയ ബഹിരാകാശ ശേഷി വർദ്ധിപ്പിക്കുക എന്നതുമാണ് ഈ പരിപാടിയുടെ ലക്ഷ്യം. ഇതുകൂടാതെ സാങ്കേതിക കൈമാറ്റത്തിനും നൂതന ജെറ്റ് എഞ്ചിനുകളുടെ സഹവികസനത്തിനുമുള്ള സാധ്യതയും സഹകരണങ്ങളും ഈ പരിപാടിയിൽ ഉൾപ്പെടുന്നുമുണ്ട്. ഇന്ത്യ ഇപ്പോൾ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ 4 പ്രധാനപ്പെട്ട രാജ്യങ്ങളാണ് അമേരിക്ക, ഫ്രാൻസ്, റഷ്യ, യുണൈറ്റഡ് കിങ്ഡം. ഇന്ത്യയുടെ തേജസ് മാർക്ക് 2വിനും 5ാം തലമുറ യുദ്ധ വിമാനമായ നമ്മുടെ എയർ ഇന്ത്യ 2025 ലോക രാജ്യങ്ങളെ തന്നെ ഞെട്ടിച്ച ഇന്ത്യയുടെ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് അഥവാ AMCAക്ക് കരുത്ത് പകരുന്നതിന് നിർണായകമായ GE414 എഞ്ചിനായി ജനറൽ ഇലക്ട്രിക്കുമായി ഒരു കരാർ അന്തിമമാക്കുകയും ചെയ്യുന്നുണ്ട്. ഈ കരാർ 2023 അംഗീകരിച്ചത്. ഈ കരാർ എന്ന് പറയുന്നത് ജെറ്റ് എഞ്ചിൻ മാത്രമല്ല, ഈ ജെറ്റ് എഞ്ചിന്റെ സാങ്കേതിക വിദ്യകളും ഇന്ത്യക്ക് കൈമാറുന്നതിനുള്ള കരാറാണ്. നിർണായക സാങ്കേതിക വിദ്യകളിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനുള്ള ഒരു ഗണ്യമായ ചുവടുവയ്പായിട്ടാണ് ഇന്ത്യ ഇതിനെ കാണുന്നത്. അമേരിക്കൻ ജനറൽ ഇലക്ട്രിക്കിന്റെ F414 ടർബോഫാൻ എഞ്ചിനെ പറ്റി നോക്കുകയാണെങ്കിൽ അസാധാരണമായ പ്രകടനത്തിനും വിശ്വാസ്യതയ്ക്കും പേരുകേട്ടതാണ് അമേരിക്കൻ നിർമ്മിത മിലിറ്ററി ടർബോഫാൻ എഞ്ചിനായ ജനറൽ ഇലക്ട്രിക്കിന്റെ F414 എഞ്ചിൻ. F404 എഞ്ചിന്റെ വികസിപ്പിച്ച ഒരു പതിപ്പാണ് F414 എഞ്ചിൻ എന്ന് പറയുന്നത്. ആഫ്റ്റർ ബർണറിനൊപ്പം 20,000 പൗണ്ട് വരെ ത്രസ്റ്റ് ഗണ്യമായി വർദ്ധിപ്പിക്കാൻ ഇതിന് സാധിക്കും. ബോയിങ്, സാബ് ഗ്രിപ്പൻ നെക്സ്റ്റ് ജനറേഷൻ എന്നിവയുൾപ്പെടെ നിരവധി പ്രമുഖ വിമാനങ്ങൾക്ക് ശക്തി പകരുന്നതാണ് ഈ F414 എഞ്ചിൻ. ഇതിന്റെ ഒരു നൂതന സവിശേഷത എന്ന് പറയുന്നത് ഫുൾ അതോറിറ്റി ഡിജിറ്റൽ ഇലക്ട്രിക് കൺട്രോൾ സിസ്റ്റം ആണ്. ഇത് എഞ്ചിന്റെ പ്രകടനം ഡിജിറ്റലായി നിയന്ത്രിക്കുന്നതിലൂടെ പ്രവർത്തന സവിശേഷതകൾ മെച്ചപ്പെടുത്തുന്നു. ഇതിന്റെ മെയിന്റനൻസ് ചെലവ് കുറയ്ക്കുന്നതും എഞ്ചിന്റെ ലഭ്യത വർദ്ധിപ്പിക്കുന്നതിനും അനുയോജ്യമായ മോഡുലാർ ഡിസൈനും ഓൺ കണ്ടീഷന്റെ മെയിന്റനൻസുമാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഏകദേശം 1600-ലധികം എഞ്ചിനുകൾ ഇതുവരെ ഈ കമ്പനി വിതരണം ചെയ്തിട്ടുണ്ട്. സൈനിക വ്യോമയാനത്തിലെ അമേരിക്കൻ എഞ്ചിനീയറിംഗ് മികവിന്റെ ഒരു തെളിവ് തന്നെയാണ് ഈ F414 എഞ്ചിൻ. ശക്തി, കാര്യക്ഷമത, വിശ്വാസ്യത എന്നിവയുടെ ഒരു സന്തുലിതാവസ്ഥയാണ് ഈ എഞ്ചിൻ വാഗ്ദാനം ചെയ്യുന്നത്. അടുത്തതാണ് നമ്മുടെ ഫ്രഞ്ച് സ്നെഗ്മ M88 ടർബോഫാൻ. ഫ്രഞ്ച് നിർമ്മിത മിലിറ്ററി ടർബോഫാൻ എഞ്ചിനുകൾ, പ്രത്യേകിച്ച് സ്നെഗ്മ M88, അവയുടെ കാര്യക്ഷമതയ്ക്കും പ്രകടനത്തിനും വളരെയധികം പേരുകേട്ടതാണ്. ഫ്രഞ്ച് മൾട്ടിറോൾ യുദ്ധവിമാനമായ ദസാൾട്ട് റാഫേലിന് M88 എഞ്ചിനാണ് കരുത്തു പകരുന്നത്. കൂടാതെ 50 kN വരെ ട്രൈ ത്രസ്റ്റും ആഫ്റ്റർ ബർണറുകൾ ഉപയോഗിച്ച് 75 kN വരെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. മലിനീകരണമില്ലാത്ത കമ്പസ്റ്റൺ ചേംബർ, സിംഗിൾ ക്രിസ്റ്റൽ ടർബൈൻ ബ്ലേഡുകൾ തുടങ്ങിയ നൂതന സാങ്കേതിക വിദ്യകളാണ് ഈ എഞ്ചിനിലുള്ളത്. റഡാർ ഇൻഫ്രാറെഡ് സിഗ്നേച്ചറുകൾ കുറയ്ക്കുകയും ചെയ്യുന്നു. M88 റാഫേലിന് ഗണ്യമായ പേലോഡുകൾ വഹിക്കാൻ കഴിയും. സൂപ്പർ ക്രൂയിസ് വേഗതയിൽ പറക്കാൻ സാധിക്കും. ഇത് അതിന്റെ ശക്തമായ പ്രകടന ശേഷികളാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ രൂപകൽപ്പന എന്ന് പറയുന്നത് മോഡുലാർ രൂപകൽപ്പനയാണ്. ഇത് അറ്റകുറ്റപ്പണികൾ സുഗമമാക്കുന്നതിനും പഴയ മോഡലുകളിലേക്ക് അപ്ഗ്രേഡുകൾ ചെയ്യാനും സാധിക്കും. ഉദാഹരണത്തിന് M88-2വിനെ M8840 വേരിയന്റിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ കഴിയും. ഇത് മാത്രമല്ല, ഫ്രാൻസിനും അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് പ്രോഗ്രാം, അതായത് ഇന്ത്യയുടെ AMCAയ്ക്കും വേണ്ടി അടുത്ത തലമുറ യുദ്ധവിമാനങ്ങൾക്ക് ശക്തി പകരുന്നതിനായി M88 എഞ്ചിന്റെ വളരെയധികം പരിഷ്കരിച്ച ഒരു പതിപ്പിനായി സഫ്രാൻ ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നുണ്ട്. M88 പോലുള്ള ഫ്രഞ്ച് നിർമ്മിത മിലിറ്ററി ടർബോഫാൻ എഞ്ചിനുകൾ അവയുടെ പ്രകടനം, വിശ്വാസ്യത, പൊരുത്തപ്പെടൽ എന്നിവയ്ക്ക് പേരുകേട്ടതാണ്. എന്നാൽ നമ്മുടെ ഇന്ത്യ ഫൈറ്റർ ജെറ്റ് എഞ്ചിനുകളുടെ കാര്യമെടുക്കുമ്പോൾ ഇന്ത്യ പലപ്പോഴും അമേരിക്കൻ നിർമ്മിത എഞ്ചിനുകളാണ് ഇഷ്ടപ്പെടുന്നത്. അടുത്തതാണ് നമ്മുടെ റഷ്യയുടെ ടർബോഫാൻ എഞ്ചിൻ. റഷ്യൻ നിർമ്മിത സൈനിക ടർബോഫാൻ എഞ്ചിനുകൾ ഗണ്യമായ പുരോഗതിയും കഴിവുകളും പ്രകടിപ്പിച്ചിട്ടുണ്ട്. രാജ്യത്തിന്റെ സൈനിക വ്യോമയാന മേഖലയ്ക്ക് സംഭാവന നൽകിയിട്ടുമുണ്ട്. ഇതിനൊരു ഏറ്റവും നല്ല ഉദാഹരണമാണ് AL-41F എഞ്ചിൻ.
ഇതിന്റെ പരമാവധി ത്രസ്റ്റ് എന്ന് പറയുന്നത് 176 kN ആണ്. ഈ എഞ്ചിൻ Su-35 ഉൾപ്പെടെയുള്ള വിവിധ വിമാനങ്ങളിൽ ഉപയോഗിക്കുന്നുമുണ്ട്. കൂടുതൽ കാര്യക്ഷമമായ കൂളിംഗ് സിസ്റ്റം, ത്രസ്റ്റ് വെക്ടർ നിയന്ത്രണം തുടങ്ങിയ മെച്ചപ്പെടുത്തലുകളൊക്കെ ഈ എഞ്ചിനിലുണ്ട്. ഇത് മാനുവറബിലിറ്റിയും പ്രകടനവും വർദ്ധിപ്പിക്കുന്നു. ഈ എഞ്ചിന്റെ മറ്റൊരു വകഭേദമാണ് AL-41F1S. ഇത് നമ്മുടെ സുഖോയ് 27, സുഖോയ് 30, സുഖോയ് 35 എന്നീ വിമാനങ്ങളുമായി പൊരുത്തപ്പെടുന്ന തരത്തിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. മറ്റൊരു എഞ്ചിനായ AL-31 സീരീസ് സുഖോയ് 27, സുഖോയ് 30 പോലുള്ള നിരവധി റഷ്യൻ യുദ്ധവിമാനങ്ങൾക്ക് കരുത്തു പകരുന്നുമുണ്ട്. ഇത് ഏകദേശം 86.3 kN ട്രൈ ത്രസ്റ്റും ആഫ്റ്റർ ബേർണർ ഉപയോഗിച്ച് 142.2 kN വരെ ത്രസ്റ്റും വാഗ്ദാനം ചെയ്യുന്നു. അതുപോലെ ഇതിന്റെ പ്രകടനം മെച്ചപ്പെടുത്തുന്നതിനും അറ്റകുറ്റപ്പണികൾ കുറയ്ക്കുന്നതിനും വേണ്ടി നമ്മുടെ AL-41 സീരീസിൽ നിന്നുള്ള സാങ്കേതിക വിദ്യകൾ ഉൾക്കൊള്ളുന്ന പുതിയ വകഭേദങ്ങളോടുകൂടിയാണ് ഈ എഞ്ചിനുകൾ തുടർച്ചയായി അപ്ഡേറ്റ് ചെയ്യുന്നുമുണ്ട്. ഇതിലുപരി റഷ്യ ഇപ്പോൾ PD-35 പോലുള്ള നൂതന എഞ്ചിനുകൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് പ്രത്യേകമായിട്ട് സൈനിക ഉപയോഗത്തിന് വേണ്ടിയിട്ടുള്ളതല്ല, പക്ഷേ ഭാവിയിലെ സൈനിക ഗതാഗത വിമാനങ്ങൾക്ക് ബാധകമാകുന്ന തരത്തിൽ നൂതന വസ്തുക്കളും ഡിസൈനുകളും ഉപയോഗിച്ച് ഉയർന്ന ത്രസ്റ്റ് എഞ്ചിനുകൾ നിർമ്മിക്കുന്നതിൽ രാജ്യത്തിന്റെ കഴിവിനെയാണ് ഇത് കാണിക്കുന്നത്. അടുത്ത നമ്മുടെ UK കാര്യം എടുക്കുകയാണെങ്കിൽ ആഗോള വിപണിയിലെ മുൻനിര നിർമ്മാതാക്കൾ ഒരാളാണ് റോൾസ് റോയ്സ്. ഈ റോൾസ് റോയ്സ് വഴി ഉയർന്ന നിലവാരമുള്ള സൈനിക ടർബോഫാൻ എഞ്ചിനുകളാണ് UK നിർമ്മിക്കുന്നത്. സൈനിക സിവിലിയൻ മേഖലകളിൽ ശക്തമായ സാന്നിധ്യമുള്ള റോൾസ് റോയ്സ് എഞ്ചിനുകൾ അവയുടെ വിശ്വാസ്യതയ്ക്കും പ്രകടനത്തിനും പേരുകേട്ടതാണ്. എന്നാൽ ഈ റോൾസ് റോയ്സ് മറ്റ് ചില രാജ്യങ്ങളെ പോലെ സൈനിക ടർബോഫാൻ എഞ്ചിൻ നിർമ്മിക്കുന്നതിൽ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ല. എന്നാൽ ഇവരുടെ എഞ്ചിനുകളുടെ വൈദഗ്ധ്യം സൈനിക ആപ്ലിക്കേഷനുകൾക്ക് ഈ എഞ്ചിനെ അനുയോജ്യമാക്കുന്നു. UK സൈനിക വിമാനങ്ങൾ പലപ്പോഴും മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള എഞ്ചിനുകളാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ടർബോഫാൻ എഞ്ചിൻ വിപണിയിൽ UK ഒരു പ്രധാന കളിക്കാരനാണ് എന്ന് പറയേണ്ടതായും വരും. കാരണം ഇവരുടെ സൈനിക ടർബോഫാൻ എഞ്ചിനുകൾ അമേരിക്ക പോലുള്ള മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ളവയേക്കാൾ പ്രമുഖമല്ല. എങ്കിലും എഞ്ചിൻ രൂപകൽപ്പനയിലും നിർമ്മാണത്തിലും UK-ക്കുള്ളത്രയും വൈദഗ്ധ്യം സൈനിക വ്യോമയാന സാങ്കേതിക വിദ്യയിലെ ഭാവി പുരോഗതിക്ക് സംഭാവന നൽകാൻ UK സഹായിക്കുന്നു. അതിനൊരു ഉദാഹരണമാണ് നമ്മുടെ യൂറോഫൈറ്റർ ടൈഫൂൺ ജെറ്റുകൾക്ക് ശക്തി പകരുന്ന EJ-200 ടർബോഫാൻ എഞ്ചിൻ. 1980-കളിൽ റോൾസ് റോയ്സ് വികസിപ്പിച്ചെടുത്ത ഒരു സൈനിക സാങ്കേതിക വിദ്യ പ്രകടന എഞ്ചിനായിരുന്നു XG-40. യൂറോഫൈറ്റർ ടൈഫൂണിനായി നൂതന സാങ്കേതിക വിദ്യകൾ പരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് രൂപകൽപ്പന ചെയ്തത്. അതുപോലെ തന്നെ 1980-കളുടെ അവസാനത്തിൽ റോൾസ് റോയ്സ്, MTU, അവിയോ, ITP എന്നിവർ ചേർന്ന് വികസിപ്പിച്ചെടുത്ത എഞ്ചിനാണ് EG-200. അതായത് റോൾസ് റോയ്സ് വികസിപ്പിച്ചെടുത്ത XG-40-ലെ സാങ്കേതിക വിദ്യകളാണ് EG-200-ൽ ഉൾപ്പെടുത്തിയത്. ഉയർന്ന പ്രകടനവും കാര്യക്ഷമതയും കൈവരിക്കുന്നതിന് വേണ്ടി നൂതന മെറ്റീരിയലുകളും ഡിസൈൻ തത്വങ്ങളും ഉൾപ്പെടുത്തിയാണ് ഈ XG-14 പ്രോഗ്രാമിൽ വികസിപ്പിച്ച സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തിയാണ് EG-200 വികസിപ്പിച്ചെടുത്തത്. യൂറോഫൈറ്റർ ടൈഫൂണിന് കരുത്തു പകരുന്ന EG-200 ഉയർന്ന ത്രസ്റ്റ് ടു വെയിറ്റ് അനുപാതത്തിന് പേരുകേട്ടതാണ്. EG-200-ന്റെ ഉയർന്ന പ്രകടന സവിശേഷതകൾ വികസിപ്പിക്കുന്നതിൽ XG-40 ഒരു നിർണായക ചുവടുവയ്പായിരുന്നു. ഇവിടെ നമ്മുടെ ഇന്ത്യയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ തദ്ദേശീയ എഞ്ചിൻ വികസനത്തിലെ കാലതാമസവും പ്രകടനക്കുറവും കാരണമാണ് ഇന്ത്യ ഇപ്പോൾ യുദ്ധവിമാനങ്ങൾക്കായി GE F404, F414 പോലുള്ള വിദേശ എഞ്ചിനുകളെ വളരെയധികം ആശ്രയിക്കേണ്ടതായി വരുന്നത്. നമ്മുടെ കാവേരി എഞ്ചിൻ പോലുള്ള പദ്ധതികൾക്ക് ഫണ്ടിന്റെയും അടിസ്ഥാന സൗകര്യങ്ങളുടെയും അപര്യാപ്തത കാരണം കാര്യമായ കാലതാമസവും പ്രകടന പ്രശ്നങ്ങളുമാണ് നേരിടേണ്ടി വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിലെ മറ്റൊരു പ്രശ്നവുമാണ് കഠിനമായ സാഹചര്യങ്ങളിൽ ഈ എഞ്ചിന്റെ പ്രകടനം സാധൂകരിക്കുന്നതിന് ഇന്ത്യയിൽ സമഗ്രമായ പരിശോധനാ സൗകര്യങ്ങൾ ഇല്ലാത്തതും വിദേശ പരിശോധനകളെ ആശ്രയിക്കേണ്ടതായി വരുന്നു. ഈ ജെറ്റ് എഞ്ചിൻ എന്ന് പറയുന്നത് വളരെയധികം സങ്കീർണമാണ്. നൂതനമായ മെറ്റീരിയലുകളും കൃത്യതയുള്ള എഞ്ചിനീയറിംഗും ആവശ്യമാണ്. ഇവിടെയാണ് ഇപ്പോൾ ഇന്ത്യ അന്താരാഷ്ട്ര പങ്കാളിത്തങ്ങൾ പ്രയോജനപ്പെടുത്തി എയ്റോസ്പേസ് മേഖലയുടെ വളർച്ച ത്വരിതപ്പെടുത്താനുള്ള അഭിലാഷ പദ്ധതിയുമായി മുന്നോട്ടു പോകുന്നത്. ഈ ചർച്ച വിജയിക്കുകയാണെങ്കിൽ ഇത് ഇന്ത്യയുടെ പ്രതിരോധ മേഖലയ്ക്ക് ഒരു വമ്പൻ മുതൽക്കൂട്ട് തന്നെയായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ലൈക്ക് തരിക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.